ഓക്കെ, കപ്പാസിറ്റിന്റെ കൺവേർഷൻ നമ്മൾ കിലോഗ്രാമിന്റെ വെയിറ്റിന്റെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. വ്യത്യാസമൊന്നുമില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, 2-3 പ്രോബ്ലം ചെയ്ത് നോക്കാം. പിന്നെ ആഡ് ചെയ്യുന്നതും സബ്ട്രാക്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ കിലോഗ്രാമിന്റെ വെയിറ്റിന്റെ ചെയ്ത പോലെ തന്നെ, മാറ്റമൊന്നുമില്ല. പേജ് നമ്പർ 98, എക്സസൈസ് 3.8. Page number 98, exercise 3.8. എന്തൊക്കെയാണ് അവിടെ ക്വസ്റ്റ്യൻ? എ കൺവേർട്ടിംഗ് ടു നോട്ടില് എഴുതുന്നെങ്കിൽ എഴുതിക്കോ, എഴുതിയാ നല്ലത്. എന്റെ കൂടെ തന്നെ എഴുതിക്കോ. കൺവേർട്ട് ഇൻടു മില്ലി ലിറ്റേഴ്സ്. 8 ലിറ്റർ, 8 ലിറ്ററിനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും മില്ലി ലിറ്ററിലേക്ക്? 8 into 1000 is equal to 8000 milliliter. 8 liter is equal to 8 into 1000, 8000 milliliter. Okay then. Second one, 9 liter. 9 liter is equal to 9 into 1000 is equal to 9000 milliliter. 9000 milliliter. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. അതിൽ കൊടുത്തിരിക്കുന്ന 9ാമത്തെയും 10ാമത്തെയും ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ബാക്കിയെല്ലാം 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാനുള്ളതേ ഉള്ളൂ. 9ഉം 10ഉം. 9ാമത്തേത് 2 ലിറ്റർ 100 milliliter. 2 ലിറ്റർ 100 milliliter. അപ്പൊ മില്ലി ലിറ്റർ ഉള്ളതിനെ അങ്ങനെ തന്നെ വെക്കാം. ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യും? ലിറ്ററിനെ 2 ലിറ്ററിനെ എങ്ങനെ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും? 2 into 1000 milliliter plus 100 milliliter. That is equal to 2000 milliliter plus 100 milliliter. 2000 plus 100, 2100 milliliter. plus 100, 2000 milliliter. Then അടുത്തത് 10ാമത്തേത് 5 ലിറ്റർ 600 milliliter. 5 ലിറ്റർ 600 milliliter. ലിറ്ററിനെ മാത്രം മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ലിറ്ററിനെ എങ്ങനെ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും? 5 into 1000 milliliter plus 600 milliliter. 5 into 1000 is equal to 5000 milliliter plus 600 milliliter. 5000 milliliter plus 600 milliliter. That is equal to 5600 milliliter.
5600 milliliter. ഇങ്ങനെയാണ് നമ്മൾ ലിറ്റർ മെഷർമെന്റിനെ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, then next convert into liters and milliliters. You don't worry, I will send it in you in the WhatsApp group. നോക്കി എഴുതി വെച്ചാൽ മതി, ബാക്കിയുള്ളത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. സെക്കൻഡ് വൺ, കൺവേർട്ട് ഇൻടു ലിറ്റേഴ്സ് ആൻഡ് മില്ലി ലിറ്റേഴ്സ്. മില്ലി ലിറ്ററിൽ തന്നതിനെ ലിറ്ററിലേക്കും മില്ലി ലിറ്ററിലേക്കും കൺവേർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5213 milliliter. 5213 milliliter. ഇതിനെ നമ്മൾ ലിറ്ററിലേക്കും മില്ലി ലിറ്ററിലേക്കും കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനെ നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുക. എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാന്ന് വെച്ചാൽ 5000 plus 5000 milliliter plus 213 milliliter. 5000 milliliter plus 230 milliliter. 5000 milliliter എന്ന് പറഞ്ഞാൽ 5000നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ലിറ്റർ മെഷർമെന്റ് കിട്ടും. 5000 by 1000 ലിറ്റർ പ്ലസ് 230 milliliter. 5000 by 1000 liter plus 230 milliliter. 5000 by 1000 എത്രയാ? 5000 by 1000 5. Then it is equal to 5 liter 230 milliliter. 5 liter 230 milliliter. Second one, 285 milliliter. That is equal to 9000 milliliter plus 2005. 9000 milliliter plus 2085 milliliter. Then 9000 milliliter എന്ന് പറഞ്ഞാൽ 9000 by 1000 liter. 9000 by 1000 liter plus 2085 milliliter. Then it is equal to 9000 by 1000 എന്ന് പറയുമ്പോൾ 9 liter 2085 milliliter. ഒന്നുകൂടി പറഞ്ഞുതരാം. 7473 milliliter is equal to 7000 milliliter plus 473 milliliter. That is equal to 7000 by 1000 liter. 7000 by 1000 liter plus 473 milliliter. That is equal to 7 liter 473 milliliter. 7 liter 473 milliliter.
ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? മിസ്സേ ഒന്നും കേൾക്കുന്നില്ല. സി ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്. അത് നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ കൺവേർട്ട് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 5166 milliliter is equal to dash liter dash milliliter. ഡയറക്റ്റ് ആയിട്ട് അതിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റും. 5 liter 166 milliliter. 5166 milliliter എന്നുള്ളത് 5 liter 166 milliliter എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമല്ലോ. നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തിട്ട് എഴുതിയതും അതുപോലെ തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് 9871 milliliter equal to 9 liter 871 milliliter. ലാസ്റ്റ് 3 ഡിജിറ്റ് മില്ലിലിറ്ററും ബാക്കി വരുന്നത് ലിറ്റർ മെഷർമെന്റും ആയിരിക്കും. ഓക്കെ, മില്ലി ലിറ്ററിൽ തന്നിട്ട് ലിറ്ററിലേക്കും മില്ലിലിറ്ററിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് വൺസിന്റെയും ടെൻസിന്റെയും ഹൺഡ്രഡ്സിന്റെയും പ്ലേസിൽ വരുന്ന 3 ഡിജിറ്റ് ഒന്നായിട്ട് മില്ലി ലിറ്റർ മെഷർമെന്റും ബാക്കി വരുന്നത് ലിറ്റർ മെഷർമെന്റും ആയിരിക്കും. ഓക്കെ, തേർഡ് വൺ 4152 milliliter is equal to 4 liter 152 milliliter. അതുപോലെ ബാക്കിയുള്ളത് എഴുതാലോ. അതും കൂടി ഒന്ന് ഹോംവർക്ക് ആയിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. നമ്മൾ നേരത്തെ ഗ്രാമിന്റെയും കിലോഗ്രാമിന്റെയും ചെയ്തതുപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് എക്സസൈസിലെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ ഇത് എങ്ങനെയാണെന്ന് പറയാം. പേജ് നമ്പർ 100. പേജ് നമ്പർ 100. ആഡ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ലിറ്റർ മില്ലി ലിറ്റർ. ലിറ്റർ മെഷർമെന്റ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? 64 ലിറ്റർ 950 milliliter. 14 liter 146 milliliter. 32 liter 212 milliliter. എങ്ങനെ ആഡ് ചെയ്യും? ആദ്യം മില്ലിലിറ്റേഴ്സ് എല്ലാം ആഡ് ചെയ്യാം. എന്നിട്ട് വരുന്നത് എക്സ്ട്രാ ക്യാരി ഓവർ ചെയ്യാൻ വരുന്നത് തൊട്ടടുത്ത പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്യാം. എന്നിട്ട് സാധാരണ പോലെ ആഡ് ചെയ്യാം. മില്ലിലിറ്റർ ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് 0 + 6 6 6 + 2 8 5 + 4 9 9 + 1 10 0 എഴുതി റിമൈനിങ് 1 ക്യാരി ഓവർ ചെയ്ത് തൊട്ടടുത്ത പ്ലേസിലേക്ക് 1 + 9 10 10 + 1 11 11 + 2 12 നമ്മൾ ഇവിടെ 2 എഴുതി റിമൈനിങ് 1 ലിറ്ററിലേക്ക് ക്യാരി ഓവർ ചെയ്തു. then 1 + 4 5 5 + 4 9 9 + 2 11 11 1 എഴുതി റിമൈനിങ് 1 തൊട്ടടുത്ത പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. 6 + 1 7 7 + 1 8 8 + 3 12 121 liter 208 milliliter. രണ്ടാമത്തത് 88 liter 230 milliliter. then 95 liter 422 milliliter.
then 24 liter 734 milliliter. Add ചെയ്യുമ്പോൾ ആദ്യം milliliters ഒക്കെ add ചെയ്യാം. 0 plus 2 2 2 plus 4 6 3 plus 2 5 5 plus 3 8 2 plus 4 6 6 plus 7 13 3 80 remaining 1 liter like carry over ചെയ്തു. 1 plus 8 9 9 plus 5 14 14 plus 4 18 8 80 remaining 1 തൊട്ടടുത്ത പ്ലേസിലേക്ക് carry over ചെയ്തു. 1 plus 8 9 9 plus 9 8 sorry 18 18 plus 2 20 208 liter 386 milliliter. The addition ആണ്. മിസ് ആദ്യം എഴുതില്ലേ? ആദ്യം ആൻസർ ക്വസ്റ്റ്യൻ എഴുതില്ലേ? അതിലത്തെ ലിറ്റർ 1 ഫസ്റ്റ് വൺ. ഇത് അതിലത്തെ ലിറ്റർ 111 അല്ല വേണ്ടത്? 111 ആണ്. 7 plus okay 111. Thank you Mulu. 111. Addition കുഴപ്പമില്ലല്ലോ. അഡീഷൻ നേരത്തെ നമ്മൾ വെയിറ്റിന്റെ ചെയ്ത പോലെ തന്നെയാണ് വരുന്നത്. അടുത്തത് സബ്ട്രാക്ഷൻ. എഴുതി കഴിയാത്തവര് ബുദ്ധിമുട്ടുണ്ടാ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. സബ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്തും ഇതേപോലെ തന്നെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 642 liter 50 milliliter minus 112 liter 85 milliliter. 85 milliliter. 10 നിന്ന് 5 മൈനസ് ചെയ്യാം. 5 എന്ന് കിട്ടും. ഇവിടെ 4 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല, ഇവിടെ 0. തൊട്ടടുത്ത പ്ലേസിൽ നിന്ന് 1 ബോറോ ചെയ്ത് ഇവിടെ 1 ബാക്കിയുണ്ട്. ഇവിടെ 9 ബാക്കി ഉണ്ടാവും. 10 നിന്ന് ഒരു 1 ഇങ്ങോട്ട് എടുത്താൽ ഇവിടെ 14. 14 minus 8 6 വരും. 9 minus 0 9. 1 ൽ നിന്ന് 2 മൈനസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നിന്ന് ബോറോ ചെയ്യുന്നു. അപ്പൊ ഇവിടെ 3 11. 11 ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 9. 3 ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 2. 6 ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 5. 529 liters 965 milliliters. Then second one liter milliliter. $78 liter 435 milliliter. Minus 55 liter 192 milliliter. എങ്ങനെ സബ്ട്രാക്ട് ചെയ്യും? ആദ്യം മില്ലിലിറ്റേഴ്സ് സബ്ട്രാക്ട് ചെയ്യാം. 5 ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 3.
3യിൽ നിന്ന് 9 മൈനസ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ബോറോ ചെയ്യുക. ഇവിടെ 13, ഇവിടെ 3. 13 മൈനസ് 9 4. 3യിൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 2. 8ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 3. 7ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 2. 23 ലിറ്റർ 243 മില്ലി ലിറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് അഡീഷനും സബ്ട്രാക്ഷനും വരുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസേ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള അഡീഷനും സബ്ട്രാക്ഷനും നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ വരുന്നത് വേർഡ് പ്രോബ്ലംസ്. വേർഡ് പ്രോബ്ലംസ് ഞാൻ എക്സാമിന് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മീനിങ് പറഞ്ഞു തരും. അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്റർ എടുക്കാം. മണി. പ്രത്യേകിച്ച് പറയേണ്ട ചാപ്റ്റർ ഒന്നല്ല, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. നിങ്ങൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ് മണി. അതിൽ കുറച്ച് എക്സ്ട്രാ വരുന്നേ ഉള്ളൂ. എന്താ മണി? എന്താ മണി? പൈസ അല്ലേ? പൈസ. എന്തിനാ നമ്മള് മണി പൈസ ഉണ്ടാക്കുന്നത്? കാശ്. പൈസ, ക്യാഷ്. എന്തിനാ ഇത്? നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ വേണം അല്ലേ? പൈസ ഇല്ലാതെ ഒന്നും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിന് ഒന്ന് പഠിക്കാൻ പോലും പറ്റില്ല പൈസ ഇല്ലെങ്കിൽ അല്ലേ? ഫീസ് അടക്കണ്ടേ? അതിന് പൈസ വേണ്ടേ? ഭക്ഷണം കഴിക്കണമെങ്കിൽ പൈസ വേണ്ടേ? വേണ്ടേ? ഭക്ഷണം കഴിക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ പൈസ വേണം. ഡ്രസ്സ് വാങ്ങാൻ പൈസ വേണം. നമുക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ പൈസ വേണം അല്ലെ? എല്ലാത്തിനും പൈസ വേണം. മണി ഈസ് ആൻ ഇമ്പോർട്ടന്റ് തിങ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സാധനമാണ് പൈസ. പൈസ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ നമുക്ക് പൈസ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. റുപ്പീസും പൈസയും. റുപ്പീസ് ആൻഡ് പൈസ. നമ്മളിപ്പം എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ ഒന്നുകിൽ കോയിൻസ് കൊടുക്കും അല്ലെങ്കിൽ നോട്ട്സ് കൊടുക്കും. കോയിൻസും നോട്ട്സും അറിയാലോ, ചില്ലറ പൈസയും നോട്ടും അല്ലെ? ഏതിനൊക്കെ കോയിൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്? എത്രയൊക്കെ രൂപയുടെ കോയിൻസ് കണ്ടിട്ടുണ്ട്? 1, 2, 5, 10. ഇത്രയും കണ്ടിട്ടുണ്ട്. 50 പൈസ കണ്ടിട്ടുണ്ടോ? 50 പൈസ. ഓക്കെ, 50 പൈസയും കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 103 അതില് കോയിൻസില് നോട്ട് ഇൻ യൂസ് ടുഡേയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ ഉപയോഗിക്കാത്തതും ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായ കോയിൻസിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കാത്ത കോയിൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. 1, 2, 25, 3, 5. ഇതൊക്കെ എന്താ? രൂപയാണോ? അല്ല, ഇതൊക്കെ പൈസയാ. 1 പൈസ, 2 പൈസ, 25 പൈസ, 3 പൈസ, 5 പൈസ. അപ്പൊ ഈ കോയിൻസ് ഒന്നും നമ്മളിപ്പോ ഉപയോഗിക്കുന്നില്ല. 25 പൈസയൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളാവുമ്പോഴത്തേക്ക് 25 പൈസയും പോയി. ഞങ്ങളുടെ ബസിന്റെ പാസ്, എന്റെ വീട്ടിനടുത്ത് നിന്ന് പാഠശാല വരെയുള്ള ബസിന്റെ പാസ് 75 പൈസയായിരുന്നു. ആ സമയത്ത് ഞാനൊക്കെ പഠിച്ചിരിക്കുന്ന സമയത്ത് 75 പൈസയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരു 50 പൈസയും ഒരു 75 പൈസയായിരുന്നു പാസ് കൊടുക്കുക. ഇപ്പൊ അത് 1 റുപ്പി 2 റുപ്പി ഒക്കെ ആയി. ഞങ്ങൾക്ക് 75 പൈസയായിരുന്നു പാസ്. അപ്പൊ ഞങ്ങൾ 25 പൈസ ഉപയോഗിച്ചിട്ടുണ്ട്. 25 പൈസ കോയിൻസ് നമ്മൾ ഇഷ്ടംപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു 25 പൈസയുടെ. ഏകദേശം ഒരു 40 രൂപയ്ക്കുള്ള 45 രൂപയ്ക്കുള്ള 25 പൈസ കോയിൻസ് എന്റെ കയ്യിലുണ്ടായിരുന്നു, കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഞാൻ ചുമ്മാ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്ര കോയിൻസ് ഉണ്ടാവും?
ഒരുപാട് കോയിൻസ് ഉണ്ടായിരുന്നു. 25 പൈസ ഇങ്ങനെ കൂട്ടി അത് എണ്ണി നോക്കുമ്പോൾ 40-45 രൂപ ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ. നിങ്ങൾക്കുണ്ടോ ഈ കോയിൻസ് കളക്ട് ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടോ? ഈ നമ്മളിപ്പോ ഉപയോഗിക്കാത്ത കോയിൻസ് ഇല്ലേ, 1 പൈസ, 2 പൈസ, 3 പൈസ, 5 പൈസ, ഇതിന്റെ എല്ലാം കളക്ഷൻ മിസ്സിന്റെ കയ്യിലുണ്ടായിരുന്നു. അത് എവിടെയാ പോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് കാണിച്ചു തരാം. ഇതെല്ലാം മിസ്സിന്റെ കയ്യിൽ ശരിക്കും കോയിൻസ് തന്നെ ഉണ്ടായിരുന്നു. എവിടെയോ മിസ്സായിപ്പോയി. ഓക്കെ, അപ്പൊ നമുക്ക് കോയിൻസ് എന്താണെന്ന് അറിയാം അല്ലെ? നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കോയിൻസ്. ഇനി എന്താ നോട്ട്സ്? പേപ്പർ കറൻസിനെയാണ് നമ്മള് നോട്ട്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെ നോട്ട് കണ്ടിട്ടുണ്ട്? കറൻസി നോട്ട് ഏതൊക്കെ കണ്ടിട്ടുണ്ട്? ഏതൊക്കെ കണ്ടിട്ടുണ്ട്? 100, 100, 200, 200, 50, 500, 500, 10, 10, 20. 20. ഓക്കെ, ഇത്രയും കണ്ടിട്ടുണ്ട് അല്ലേ? 2000 കണ്ടിട്ടുണ്ട്. Yes, 2000. 2000 കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് 1 rupee നോട്ട്, 2 rupee നോട്ട്, 5 rupee നോട്ട്, 10 rupee നോട്ട്, 20 rupee നോട്ട്, 50 rupee നോട്ട്, 100 rupee നോട്ട്, 500, 1000. അപ്പൊ ഇതിനകത്ത് ഈ 1000 ഇപ്പോ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ആ, എന്റെ കയ്യിൽ 1 രൂപന്റെ നോട്ട് ഉണ്ട്. 1 രൂപന്റെ നോട്ട് ഉണ്ടോ? വെരി ഗുഡ്, നല്ല പുതിയ നോട്ടാണല്ലോ. കണ്ടോ എല്ലാരും? റെയിലുവിന്റെ കയ്യിലുള്ള 1 രൂപന്റെ നോട്ട് കണ്ടോ? ചിലവരുടെ കയ്യിലുണ്ടാവും ഇപ്പൊ 1 രൂപ നോട്ടും 2 രൂപ നോട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഇപ്പൊ നമ്മൾ ഉപയോഗിക്കാറില്ല. 1 റുപ്പിയും 2 റുപ്പിയും നമ്മൾ നോട്ട്സ് ഇപ്പൊ ഉപയോഗിക്കാറില്ല, കോയിൻസ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോ ഇപ്പൊ നിങ്ങളുടെ ഈ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു നോട്ടും ഈ രീതിയിലല്ല നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ പുതിയ രീതിയിൽ പ്രിന്റ് ചെയ്തിട്ട് പുതിയ നോട്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ? ഈ 10 രൂപ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന 10 രൂപ കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. ചിലപ്പോ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഇല്ല. ആ 10 കഴിഞ്ഞ് വേറൊരു തരത്തിലുള്ള 10 കഴിഞ്ഞ് ഇപ്പൊ പുതിയൊരു 10 പ്രിന്റ് ചെയ്യുന്നത് അല്ലെ? 20 റുപ്പീസ്. ഈ 20 റുപ്പീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോ. അതും കഴിഞ്ഞ് ഒരു ഓറഞ്ച് കളറിലുള്ള വേറൊരു 20 കഴിഞ്ഞ് വേറൊരു 20 റുപ്പീസ് ആണ് ഇപ്പൊ പ്രിന്റ് ചെയ്യുന്നത്. 50, ആ 50 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 100 കണ്ടിട്ടുണ്ടാവും, 500 കണ്ടിട്ടുണ്ടാവും. എന്നാൽ അതൊന്നും ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല. അതിനൊക്കെ പകരം പുതിയ നോട്ട്സ് ആണ് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, 1000ന്റെ നോട്ട് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ല. അത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ അത് നിരോധിച്ചിരിക്കുകയാണ് ആ നോട്ട്. അതിന്റെ പ്രിന്റിങ് ഇപ്പൊ നടക്കുന്നില്ല. അതിന് പകരമാണ് 2000ന്റെ നോട്ട് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ മണി 5 റുപ്പി നോട്ടും റെയിലുവിന്റെ കയ്യിലുണ്ട്. റെയിലുവിന്റെ കയ്യിൽ കുറെ ഉണ്ടല്ലോ. ഇതൊക്കെ റെയിലുവിന്റെ കളക്ഷൻ ആണോ? വെരി ഗുഡ്. അപ്പോ നമ്മള് കോയിൻസും പഠിച്ചു, നോട്ട്സും പഠിച്ചു. ഇനി അതിലൊക്കെ കൂടി ഫിഗേഴ്സിലും വേർഡ്സിലും ഒക്കെ എഴുതാനുണ്ട്, മണി ആഡ് ചെയ്യാനുണ്ട്, കൺവേർഷൻ പഠിക്കാനുണ്ട്, അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ഉണ്ട്. കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് തീർക്കാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, ബൈ.